ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മറിയത്തിന്റെ 3 പെർഫ്യൂമുകളാണ്. 4 പെർഫ്യൂമുകളാണ് അവർ ടോട്ടൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു പുതിയത്. അതിൽ ഒന്ന് അതിന്റെ ക്ലാസിക് ഞാൻ റിവ്യൂ ചെയ്തതാണ്. 3 പെർഫ്യൂമുകൾ കേട്ടോ. ഒരുപാട് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്താ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ വന്നത് എന്നുള്ളത്. നമ്മളിവിടെ ഡീക്കൻറ്റുകളുടെ കാര്യത്തിൽ നമ്മൾ വലിച്ചു കൊടുക്കാറുള്ളത്. ഡീക്കൻറ്റ് ഒറിജിനൽ പെർഫ്യൂം ചെറിയ കുപ്പിക്ക് വലിച്ചു കൊടുക്കുന്ന സിസ്റ്റമാണ് നമുക്ക് പൊതുവെ ഉള്ളത്. അപ്പം അതിനോട് നീഡിലും ടോപ്പൊക്കെ ഇവിടെ നിന്ന് കാണുന്നുണ്ടാവില്ല. കാരണം ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് വെച്ച് തന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആവില്ല. അപ്പം ഇനിയിപ്പോൾ ആരെങ്കിലും ടെസ്റ്റർ അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്ത് കൊടുക്കുകയും ചെയ്യുക. വേറെ കാര്യം ഞാൻ പറഞ്ഞ വെച്ചാൽ ഒന്ന് റൊമാൻറ്റിക്, കൂട്ടത്തിൽ വാനില, കൂട്ടത്തിൽ റോസ്, ഇത് 3ഉം നമ്മൾ റിവ്യൂ ചെയ്ത് പോയതാണ്. ഇത് 3ന്റെയും 14 ml ഡീക്കൻറ്റുകൾ അങ്ങനെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാൻ പറയാന്ന് വെച്ചാൽ ആദ്യം നമുക്ക് പരിചയപ്പെടുത്തുള്ള റൊമാൻറ്റിക് ആണ്. റൊമാൻറ്റിക് എന്നുള്ളത് ഇത്തിരി ഒരു ഫ്രഷും നല്ലൊരു സ്പൈസസും. ഈ ഫ്രഷും സ്പൈസസും പൊതുവെ പെർഫ്യൂമുകൾ നമ്മൾ കാണാറില്ല. ഇത് അങ്ങനത്തെ ഒരു സ്മെല്ല്, ആ ഒരു ചെറിയ സ്മെല്ലും ചെറിയൊരു ഫ്രഷ് ആൻഡ് സ്പൈസസിൽ ഒരു മിക്സ് ചെയ്തിട്ടാണ് ഒരു നല്ലൊരു പൗഡറി ക്രീം സ്മെല്ലും. പൊതുവെ ഈ CK ബ്യൂട്ടിന്റെ ഒക്കെ ആ ഒരു റോസി സ്മെല്ല് ഉണ്ടല്ലോ, നമ്മളെ ടെബ്രോസിന്റെ സ്മെല്ല്, അതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ റൊമാൻറ്റിക് എന്ന് പറയുന്ന പെർഫ്യൂമിനെ പരിചയപ്പെടുത്തേണ്ടത്. പിന്നെ ലാസ്റ്റിങ്ങിന്റെ കാര്യം നമുക്ക് നാട്ടിലത്തെ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ മാക്സിമം ഒരു 4 to 5 മണിക്കൂർ വരെ മാക്സിമം കിട്ടുന്നുള്ളൂ. അത് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാലും മെല്ലെ മൈൽഡായി പോകും. 1400 രൂപയാണ് ഫുൾ ബോട്ടിലിന് ചാർജ് ചെയ്യുന്നത്. 14 ml ആണെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് ഉണ്ടാവും. ഇത്ര 300 സംതിങ് അത്ര റേറ്റ് വരുന്നത്. പിന്നെ വെനില പക്ക സ്വീറ്റ് ആൻഡ് വെനില, ഇത്തിരി ചോക്ലേറ്റ് മസ്കി സ്മെല്ലൊക്കെയാണ് വെനിലൊക്കെ ഉള്ളത് കേട്ടോ. ലാസ്റ്റിംഗ് ഇതേപോലെ തന്നെ 3 to 4 5 അവർ വരെ മാക്സിമം പോവാണെങ്കിൽ ലാസ്റ്റിംഗ് ഉണ്ടാവും. ഇതിനും പ്രൈസ് തന്നെ 1400 രൂപയാണ്. പിന്നെ റോസ് ബോട്ടിലിന്റെ ഷേപ്പും ഇതൊക്കെ ജസ്റ്റ് ഞാൻ കാണിക്കുന്നു കൂടി. ഇങ്ങനെയാണ് റോസിന്റെ സ്മെല്ലില് നമ്മളെ റോസ എന്ന് പറയുന്ന ആ ഒരു റോസി സ്മെല്ല് ഉണ്ടല്ലോ, സാധാ നോർമൽ റോസ്, മീൻസ് ഇത്തിരി കടുപ്പം കൂടിയ അങ്ങനത്തെ റോസാണ്. പക്ഷെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ അത്ര തന്നെ കടുപ്പം ആ റോസിന്റെ സ്മെല്ലിൽ നിന്ന് പതുക്കെ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട് റോസിന്റെ സ്മെല്ല് കേട്ടോ. അതെ, അത് മീൻസ് എനിക്കത് ഈ ഓർമ്മ വരുമ്പോൾ ഞാൻ ഡൽഹി പോയ സമയത്ത് എനിക്ക് അവിടുന്ന് ഇങ്ങനത്തെ ഒരു റോസിന്റെ സ്മെല്ല്, ഒത്തിരി ഇറിറ്റേഷൻ വരുന്നൊരു റോസിന്റെ സ്മെല്ല് കിട്ടി. പിന്നെ ആ ഒരു റോസിന്റെ ഒരു ഓർമ്മ മൈൻഡൊക്കെയാണ് എനിക്ക് കറക്റ്റ് ഇതിന് വരുന്നത്. അപ്പൊ ഈ റോസിന്റെ സ്മെല്ലും ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ റോസിന്റെ സ്മെല്ലിന്റെ കോയിൽ നമ്മളെ കയ്യിലുണ്ട്. ഇതിന്റെ ഈ പൗഡറി സ്മെല്ല് ടെബ്രോസിന്റെ സ്മെല്ല് വരുന്ന ഇതുണ്ട്. വെനിലൊക്കെ പിന്നെ നമ്മളെ കയ്യിൽ ആൾറെഡി ഓയിലുണ്ട്. ഇത് 3ഉം 14 ml ആദ്യം ടെസ്റ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അയച്ചു തരാൻ പറ്റും. നിങ്ങൾക്ക് അതെല്ലാം ഫുൾ പീസ് വേണമെങ്കിൽ അതും അയക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമായത് ഇവരുടെ ഈ റൊമാൻറ്റിക്കും കൂട്ടത്തിൽ വെനിലയാണ്. റോസ് വലിയ മോശക്കാരനല്ല, എന്നാലും ഇത് രണ്ടുമാണ്. റൊമാൻറ്റിക് തന്നെയാണ് ഒന്നും കൂടി അടിപൊളി ഫ്രാഗ്രൻസ്, പൗഡറി സ്മെല്ലോ ലേഡീസിന്റെ പർപ്പസിനൊക്കെ പറ്റുന്നത് റൊമാൻറ്റിക്കിന്റെ ഫ്രാഗ്രൻസ് തന്നെയാണ് കേട്ടോ.